ഹലോ, ഞാൻ സൂപ്പറായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് വരുന്നു. അപ്പോഴാണ് ഈ കിളി അപ്പിട്ട് വെച്ചേക്കണ കാണുന്നത്. അതൊക്കെ പോട്ടെ, നമ്മൾ അടിവാരത്തേക്കാണ് പോണത്. എന്നാലും നമുക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പന്നെ കത്തിക്കുന്നത് മിസ്സായിപ്പോയി. സാരില്ല, ന്യൂ ഇയർ മാറുമ്പോൾ കലണ്ടർ മാറുന്നു, അത്രേ ഉള്ളൂ. വലിയ തിരക്കുകളും ബഹളങ്ങളും എല്ലാം കെട്ടടങ്ങി വളരെ ശാന്തമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ചിറയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് നോക്കണേ. അപ്പോൾ അത്യാവശ്യം ചില സാധനങ്ങൾ നമ്മുടെ ആകാശഊഞ്ഞാലൊക്കെ അവിടെ കാണുന്നുണ്ട്. ഓ ഷിറ്റ്, വീണ്ടും ഈ കിളിയുടെ ഷിറ്റ് കണ്ടു. സാരില്ല, പോട്ടെ. ലൈറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. രാവിലെയല്ല, ഒരു ഏകദേശം അല്ല നട്ടുച്ചയായി. സ്റ്റേജുകളൊക്കെ അഴിച്ചു മാറ്റുവാണ്. ഈ റൈഡുകളൊക്കെ ഒരു ഞായറാഴ്ച വരെ ഉണ്ടാവുമെന്ന് കരുതാം. ഇവിടെ ഇതിനകത്ത് വർക്ക് ചെയ്യണ കുറേ ആൾക്കാർ, അവരുടെ കുടുംബം, പിള്ളേര്, അവരെല്ലാവരും പിന്നെ വിശ്രമിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. വൈകുന്നേരമാണ് ബാക്കി റൈഡും സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ കുരിശിങ്ങെ പോയിട്ട് തീ എത്തിക്കാമെന്ന് വിചാരിച്ചു. ട്രിപ്പും പോവാണ്. പിന്നെ ഇന്നലെ വരാത്തതിൻ്റെ വിഷമം തീർക്കാനാണ് രാവിലെ ഒന്ന് വന്നത്. ഇന്നലെ മണ്ണ് വാരി മുകളിലേക്ക് എറിഞ്ഞ നിലത്ത് വീഴില്ലെങ്കിൽ ഇന്ന് വാരി എറിയണ മണ്ണിലെ തരി വരെ കണ്ടുപിടിക്കാൻ പറ്റും. അത്രയും ശൂന്യത. ഗൈസ്, നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ആയിക്കാണ് ഗൈസ്. ഇദ്ദേഹമാണ് നമ്മുടെ പേഴ്സണൽ ഡ്രൈവറാണ് എൻ്റെ. ട്രിപ്പ് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്കല്ല പോണത്, വേറൊരു സ്ഥലത്തേക്കാണ് ഗൈസ്. ഇതാണ് ഇന്നലത്തെ ന്യൂ ഇയറിൻ്റെ വിശേഷിപ്പുകൾ. ഞാൻ വേണമെങ്കിൽ ഫോണൊക്കെ അടിച്ചു തരാൻ കേട്ടോ. കോപ്പിറൈറ്റ് അടിക്കാണ്ടിരിക്കാനാണ് വോയിസ് കൊടുക്കണേ. ഇനിയിപ്പോൾ ഇതിനകത്ത് വന്ന് വോയിസ് സെലക്ട് ചെയ്ത് അതും പാടാണ്. മാമനോടൊന്നും തോന്നല്ലേ മക്കളെ. ലേറ്റായി പോയി. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ. മെഴുകുതിരിയും കത്തിച്ചിട്ട് നേരെ ഇറങ്ങി ട്രിപ്പിന് വേണ്ടിയിട്ട്. സ്ഥലം എപ്പോഴും കൺഫേം അല്ല. വിശന്നായിരുന്നു ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചൊരു കടയിൽ കയറി. നല്ല വാഴയിലയിലുള്ള നാടൻ ഊണ്. ഒരു വീട് പോലെ ഒരു ചെറിയതായിട്ടുള്ള സ്ഥലമാണ്. ഹോട്ടലായിട്ട് നമുക്കങ്ങനെ തോന്നില്ല പെട്ടെന്ന്. ഒരു ചേച്ചിയും ചേട്ടനുമാണ് ഇതിവിടെ ഉണ്ടാക്കണതും വിളമ്പണതും ഒക്കെ. നമ്മുടെ വീട്ടിൽ കിട്ടുമ്പോഴത്തെ നോർമൽ കറികൾ, കടലക്കറി, പുഴുക്ക് പോലത്തെ കറി, പിന്നെ അച്ചാർ, അങ്ങനെ 1-2-3 കൂട്ടം കറികളും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. ട്രിപ്പ് പ്ലാൻ ചെയ്ത് 2 ദിവസമെങ്കിലും ഉറക്കം കഴിഞ്ഞപ്പോൾ ഉച്ചയായി. ഇനി ഇവിടെ നിന്ന് താളം തുള്ളിക്കഴിഞ്ഞാൽ വൈകുന്നു മനസ്സിലായതുകൊണ്ടാണ് വേഗം റെഡി ആയത്. മൂന്നാർ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് അതിരപ്പള്ളി തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. അവിടെയുള്ള ഷാജേൻ്റെ ഫ്രണ്ടും ആ ചേട്ടൻ്റെ ചേച്ചിയുടെ മക്കളും അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. ഈ വിളമ്പിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അച്ചാറാണ്. നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു അച്ചാറില്ലേ, അങ്ങനത്തെ അച്ചാറായിരുന്നു അത്. ഷാജേട്ടൻ ചോറുകൊണ്ട് തുടങ്ങി. ഞാൻ സ്പെഷ്യൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്ത് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു കൊഴുവയും ബീഫും മീൻകറി, അങ്ങനെ 1-2 ഐറ്റംസ് ആയിരുന്നു. മീൻകറി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ബീഫ് മേടിച്ചു, പിന്നെ കൊഴുവറുത്തതും മേടിച്ചു. കൊഴുവറുത്ത എവിടെ കിട്ടിയാലും ഇപ്പം ഞാൻ മേടിക്കും, എന്താണെന്നറിയില്ല. ആദ്യം ഇറച്ചൊന്നും തിന്നാണ്ടിരുന്നപ്പോൾ എൻ്റെ ഏക ആശ്രയം മീനായിരുന്നു. അങ്ങനെ ഞാൻ കൊഴുവ ഫേവറേറ്റ് ആയി. അങ്ങനെ 1-2 മീനുകളുണ്ട്. ഒരു മൈൽഡായിട്ടുള്ള ടേസ്റ്റായിരുന്നു എല്ലാത്തിനും. ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തെ ഒരു രുചി. ആ ചൂട് ചോറ് കുറച്ചിങ്ങനെ നീക്കിയിട്ട് ഈ കുറച്ച് ബീഫും പിന്നെ ഒരു കൊഴുവയും പിന്നെ കുറച്ച് അച്ചാറും ആ പുഴുക്ക് പോലത്തെ കറിയും കടലയും കുറച്ച് പപ്പടവും കൂടി വെച്ച് അങ്ങോട്ട് മിക്സ് ചെയ്ത് കുഴച്ച് ഒരു വായന കഴിക്കണം. ഇതൊക്കെ മിക്സ് ചെയ്തപ്പോൾ തന്നെ ഒരു സൂപ്പർ മണം ഇങ്ങനെ വരണ്ടേ. അപ്പം തന്നെ പാതി വയറ് നിറയും. ഫസ്റ്റത്തെ ഉരുള ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. ഇനി ഞാൻ കഴിക്കും. എനിക്ക് വിശക്കണ്ടേ. വിശന്ന് പ്രാന്തായതാണോന്നും അറിയില്ല. 4-3-7 പേര് കാണുന്നതാണെന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ മര്യാദക്കുണ്ട്. അല്ലെങ്കിൽ എല്ലാം കൂട്ടിക്കുഴച്ചൊന്ന് ഒറ്റ കമത്താണ് വായിലേക്ക്. കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കഴിക്കുന്നത്. എന്താ അല്ലേ, അതും പോരാത്തതിന് ഒരു ലോഡ് ലിപ്സ്റ്റിക് വാരി ചുണ്ടി പൊത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു വഴിക്ക് പോകില്ലെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇട്ടതാണ്. ഇത് പിന്നെ എപ്പോഴും കുറച്ച് വയറ്റിലേക്ക് പോകണ കാരണം അങ്ങോട്ട് ഫുഡ് ആസ്വദിച്ച് കഴിച്ചു. ഒരാവേശനം കഴിച്ചതാണേ. കുറച്ച് വലിയുരുളയായിപ്പോയി. ചവയ്ക്കാൻ പറ്റണ്ടേ, വെള്ളം കുടിക്കാനുള്ള ഗ്യാപ്പ് പോലും വായിലില്ല. അത് പറഞ്ഞാൽ അവിടെ നിന്ന് ചിരിക്കണയാണ്. പിന്നെ നല്ല കറുമുറാന്നുള്ള കൊഴുവയായിരുന്നു, അതും തിന്നു. ഇദ്ദേഹം മുക്കാലും കഴിച്ചിട്ട് വിശക്കണ്ട്. പക്ഷേ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഇന്നലെ ഇഞ്ച പറ്റായിരുന്നു ഗൈസ്. ഇത് ഗ്യാസിലൊന്നും പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് വിശന്ന അങ്ങനെ ഗ്യാസ് കാണാറില്ല. എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ദേഷ്യം വരും. പിന്നെ ഞാൻ എല്ലാവരും വഴക്കുണ്ടാക്കും. അങ്ങനെയാണ് എൻ്റെ പ്രധാന സ്വഭാവം. അങ്ങനെ ഈ ഭൂസമൃദ്ധമായ ഭക്ഷണവും കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. കറക്റ്റ് സ്ഥലം തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കാലടിയിൽ നിന്നൊക്കെ വരുമ്പോൾ മലയാറ്റൂർക്ക് പോകുന്ന റൂട്ടിൽ നീലേശ്വരം കഴിഞ്ഞ് ഒരു 100 മീറ്ററൊക്കെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് കട കാണുന്നത്. ദർശനം എന്നാണ് ഈ കടയുടെ പേര്. അപ്പോൾ ഇതിൽ കൂടെ വന്നവരും ഊണിഷ്ടമുള്ളവരും ഇത് മിസ്സാക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.